ഇന്ന് രാവിലെ, അതായത് ജനുവരി 16-ാം തീയതി രാവിലെ നമ്മൾ ഏഴാറ്റുപുറത്തേക്ക് പോകുന്ന വഴി കണ്ട ആനക്കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു 3 ആനകൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, റോഡിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരത് പറഞ്ഞുകൊണ്ടും നേരം വെളുക്കാത്തതുകൊണ്ടും ഞാൻ 2 വീലറിലായതിനാൽ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. വെളിച്ചമായ ശേഷമാണ് വേറെ ആൾക്കാരൊക്കെ അകത്തേക്ക് പോയപ്പോൾ അവരുടെ കൂടെയാണ് അകത്തേക്ക് പോയത്. നമ്മൾ ആനയെ കാണാനൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റോഡിൻ്റെ 2 വശത്തും ആനകൾ നിൽക്കുകയായിരുന്നു. 2 ആനകൾ വീതം 2 വശത്തും അടുത്തടുത്തായി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയത്. ഏതാണ്ട് 7ഓളം ആനകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആനകളും ഒരെണ്ണം അല്ലെങ്കിൽ 2 വെച്ചിട്ടൊക്കെ കൂട്ടമായിട്ട് അങ്ങനെയാണ് നിന്നിരുന്നത്. എല്ലാവരും കൂടിയും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വിഷ്വൽസ് കിട്ടിയാണ്. ആനപ്പനകൾ മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്കവാറും എല്ലാ ആനകളും ഇത് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പല രീതിയിൽ അവരതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരു വണ്ടി നിർത്താനോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനോ പാടില്ല എന്ന് പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയപ്പോഴാണ് 2 ആനകൾ ക്രോസ് ചെയ്യുന്ന ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. ആദ്യം ഒരാന ക്രോസ് ചെയ്തു, അതപ്പുറത്തെത്തിയ ശേഷമാണ് 2ാമത്തെ ആന ക്രോസ് ചെയ്യുന്നത്. ചേട്ടാ ഫ്രെയിം വരില്ലേ? തൊട്ട് പൊക്കത്ത് നിൽക്കുമല്ലേ. ഒരു ജീപ്പിൽ നിറച്ച് ആളുകൾ അങ്ങോട്ട് വന്നത്. എന്നെ പണ്ടേ 4 ആനകൾ റോഡിനരികിൽ നിൽക്കുകയായിരുന്നെങ്കിൽ തന്നെ അവർ യാതൊരു കൂസലുമില്ലാണ്ട് എല്ലാവരും ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് പോയി. അവരോട് അങ്ങോട്ട് പോരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, എന്നിട്ടും അവർ കേട്ടില്ല. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ 3 ആനകൾ ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അതിൽ ഒരാന പെട്ടെന്ന് തന്നെ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ബാക്കി 2 ആനകൾ അവിടെ നിന്ന് തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആ 2 ആനകളും കാടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. അതിനുശേഷം അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയി. അവിടെ പിന്നെ ഒരാന ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആനയെ കുറച്ചധികം നേരം നോക്കി നിൽക്കാൻ പറ്റി. മാത്രമല്ല ആന വളരെ അടുത്തുമായിരുന്നു. റോഡിനടുത്തായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റി. ഈ കാണുന്ന ആന ഇത്തിരി ദൂരത്താണെന്നുണ്ടെങ്കിൽ തന്നെ അവന് ഇത്തിരി വൈൽഡായിട്ടുള്ള ഒരു ആനയാണ്. അവൻ്റെ മേത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം
നിറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ വാരി മേത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. പക്ഷേ വളരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. എന്നിരുന്നാലും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് അവനെ നമുക്ക് കിട്ടി. ഫ്രെയിമൊന്നും നോക്കിയാൽ നമ്മളിന്ന് രാവിലെ ഏഴാറ്റുമുഖത്ത് കണ്ടതാണ്. ഊഫ്, ഞാൻ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു. തീർച്ചയായതുകൊണ്ട് തന്നെ വീഡിയോയിൽ കളറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ കളർ ഇത്തിരി കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ കളർ ഇത്തിരി കുറവായിരിക്കും. അത് പുലർച്ചെ സമയമായതുകൊണ്ട് മാത്രമാണ്. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതിരാവിലെ ഏഴാറ്റുമുഖം വരെ പോയി നമുക്ക് ഏതാണ്ട് 20ഓളം ആനകളെ കാണാൻ പറ്റി. പക്ഷേ കൂടുതൽ ആനകളും 2 ഒക്കെ ആയിട്ടാണ്, ഗ്രൂപ്പായിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് അധികം ആനകളെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്നതാണ്. കാര്യം ഇത്രയും ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. മുൻകൂട്ടി നിശ്ചയിച്ച് ഇടുന്നൊരു വീഡിയോ അല്ല. ഇത് മലബാർ പൈഡ് ഹോൺബിലാണ്. വെക്കിലപ്പാറ പാലത്തിനടുത്ത് വെച്ചിട്ട് കണ്ടതാണ്. 2 ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം പറന്നുപോയി അവിടെ നിന്ന്. മലബാർ ഗ്രേ ഹോൺബിൽ അല്ലെങ്കിൽ കോഴി വേഴാമ്പൽ എന്ന വേഴാമ്പലാണിത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള വേഴാമ്പലാണിത്. വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ നമ്മുടെ നാട്ടിലെല്ലാം എല്ലായിടത്തും കാണുന്ന ഒരു കിങ് ഫിഷറാണ് ഇത്.